ഞാനത് കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തായി തെറ്റ് ചെയ്തവരാരായാലും ശരി അത് ചൂണ്ടിക്കാണിക്കും, അതിനകത്തുള്ളവർ തന്നെ. ചുമ്മാ അമ്മയ്ക്ക് ഇത് തള്ളാവുന്ന ഈ തള്ളൽ ഇപ്പോൾ വന്ന ഭാഷയാണ്. ഞങ്ങൾക്കൊന്നും ആ സ്വഭാവമില്ല. അതൊക്കെ ഇപ്പോൾ പുതിയ തലമുറയ്ക്കാണ് ഈ തള്ളലും ചെത്തലും ഒക്കെ. ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നല്ല കലാരൂപങ്ങളും നല്ല കഴിവൊത്ത ഭരണാധികാരികൾ ഇങ്ങനെ പലരുമുണ്ട് നമ്മുടെ കൂടെ, അല്ലേ? രാഷ്ട്രീയക്കാരെ പലരെയും നമ്മൾ കുറ്റം പറയുമെങ്കിലും നല്ലവരെത്രയോ ഉണ്ട്. സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും എന്ത് പണിയെടുത്താലും അതിനുള്ള അംഗീകാരം അത് ഈശ്വരൻ കൊണ്ട് കൊടുക്കും. അത് നമ്മൾ അംഗീകരിക്കണം. നമസ്കാരം, മല്ലിക സുകുമാരൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ക്യാമറയെ അഭിമുഖീകരിച്ചിരിക്കുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം അത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുക എന്നുള്ളത് ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു അദമ്യമായ ആഗ്രഹം തന്നെയാണ്. മറ്റൊന്നുമല്ല, ആടുജീവിതം എന്ന ചിത്രത്തിന് എൻ്റെ മോന് പൃഥ്വിരാജിന് ലഭിച്ച അംഗീകാരം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ചിത്രം അഭിനയിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അത് പ്രദർശനത്തിന് വന്നു കഴിയുമ്പോഴോ കാഴ്ചക്കാരിൽ നിന്നും പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ ഒരു ചിത്രം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ വിമർശകർ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ മുഖം ഒന്ന് ടി വിയിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയോ വരാൻ വേണ്ടി 4 ഡയലോഗ് അടിച്ച് ഒരു വലിയ ഇതാവുന്നത്, അങ്ങനെ പറയുന്നവർ അവരുടെ സൃഷ്ടികളെക്കുറിച്ചും കൂടെ ചിന്തിക്കണം. അത്ര വലിയ മഹാകാവ്യങ്ങളൊന്നും രചിച്ചവരൊന്നും അല്ല ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നവർ. അത് പോട്ടെ, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. എനിക്ക് നന്ദി പറയാനുള്ളത് ഈ കേരളത്തിലെ പ്രബുദ്ധരായ പ്രേക്ഷകരോടാണ്. അവാർഡ് കിട്ടി, അതെല്ലാം വന്നു, ഇത്ര ദിവസം കഴിഞ്ഞു. ഇപ്പോഴും ഇന്നലെ പോലും ഒരു പ്രൊഫസറുടെ ഇംഗ്ലീഷിലൊരു കത്തുണ്ട് ആടുജീവിതത്തിനെക്കുറിച്ചും അതിൻ്റെ സംവിധായകനായ ബ്ലസ്സിയെക്കുറിച്ചും. കാരണം അദ്ദേഹം വളരെ നേരത്തെ ആ പുസ്തകം വായിച്ചിട്ടുള്ള ഒരാളാണ്. അത് പൃഥ്വിരാജ് എന്ന നടൻ അവതരിപ്പിച്ച രീതിയെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായിട്ട് ഓരോ സീനിനെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി, കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരാൾ ഒരു കഥാപാത്രമായി മാറാൻ കഷ്ടപ്പെടുക എന്ന് പറയുന്നത് അഭിനയമാണോ എന്ന് ചോദിച്ചാൽ അതും അഭിനയത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്താ പിന്നെ നമുക്കെന്താ ഭ്രാന്തുണ്ടോ? 10-30 കിലോ ശരീരത്തിൽ നിന്ന് എടുത്ത് കളയാനൊന്നുമില്ലല്ലോ. നമ്മുടെ രൂപം മാറ്റി വികൃതമായി എല്ലും തൊലിയായി അതെന്താ സൗന്ദര്യമോ? അല്ല. അപ്പോൾ അതും അഭിനയത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അതെല്ലാവർക്കും സാധിക്കില്ല. ഈ പറഞ്ഞ പോലെ വിമർശനം പറയുന്നവരല്ല അവരുടെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അവരെടുക്കുന്ന ചിത്രത്തിലോ ഒരാളെ വിളിച്ച് അങ്ങനെ ജയിപ്പിച്ച് കാണിക്കട്ടെ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ആത്മാർത്ഥമായിട്ട് അതിൻ്റെ സംവിധായകൻ കൊടുത്ത നിർദ്ദേശങ്ങൾ, അതിലൂടെ ഒരു കഥാപാത്രമായി മാറിയാൽ തനിക്കുണ്ടാകാവുന്ന മറ്റെങ്ങും ഇതുവരെ അഭിനയിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമായി മാറുമ്പോൾ തനിക്ക് ലഭിച്ചേക്കാവുന്ന ഒരു പ്രത്യേക പ്രശംസ. കാരണം ആ പുസ്തകം വായിച്ചാൽ എല്ലാവർക്കും ഈ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും സഹതാപവും ഒക്കെ തോന്നും നമുക്ക്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഈ കഥ കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം സാധാരണ ഞാൻ കുഞ്ഞുങ്ങളോട് നിങ്ങൾ എത്ര കഥ കേട്ടു, ഏതൊക്കെ കഥ കേട്ടു, ഏതിലൊക്കെ അഭിനയിക്കുന്നു അങ്ങനെ ചോദിക്കാറേ ഇല്ല. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും അതൊരു ചിത്രമാകാൻ പോകുന്നു, അതിൽ താനുണ്ട് എന്ന് ബോധ്യമാകുമ്പോഴാണ് ഇങ്ങനൊരു ചിത്രം ഞാൻ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ നോവലിനെക്കുറിച്ച് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് വളരെ മുമ്പ് തന്നെ ഈ പുസ്തകത്തിനെക്കുറിച്ച്, ഇത് ഒരു നജീബിൻ്റെ മാത്രം കഥയല്ല. ഞാൻ വിദേശത്തിപ്പോൾ ഒരു 8-10 കൊല്ലമൊക്കെ ആയിട്ട് കഴിഞ്ഞ ഏതാണ്ട് 2019 വരെയും ഞാനൊരു സ്ഥലത്ത് ഒരു ഗൾഫ് രാജ്യത്തുണ്ടായിരുന്നു, കുറച്ച് ബിസിനസ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സ്പോൺസർമാർ വണ്ടിയിൽ എങ്ങനെ കൊണ്ടുവന്ന് ഇറക്കുന്നു, എന്ത് ആഹാരം കൊടുക്കുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് അത് 2017 മറ്റോ തോന്നുന്നു. അല്ല 17 2008 തൊട്ട് 18 വരെ ആയിരുന്നു. 10 കൊല്ലത്തോളം ഉണ്ട്. ഈ കുബൂസ് എന്നൊക്കെ പറയുന്ന സാധനം, ഇതും പച്ചവെള്ളം കുടിച്ച് 150 അടി പൊക്കത്തിലൊക്കെയുള്ള കെട്ടിടങ്ങളിൽ നിന്ന് പണിയെടുക്കുന്നവർ
അവർ പണി കഴിഞ്ഞാലും താഴോട്ടിറങ്ങി വരാനുള്ള ഒരു പ്രത്യേക സംവിധാന ശൈലിയിലുള്ള ഒരു ലിഫ്റ്റ് പോലൊരു സാധനത്തിലാണ് അവരെ കൊണ്ടുവരേണ്ടത്. അവരെ കൊണ്ടുവരികയോ ഇനി കൊണ്ടുവന്ന് താഴെ ഇറങ്ങിയാൽ തളർന്ന് നിൽക്കുകയാണല്ലോ, എത്രയും പെട്ടെന്ന് മുറിയിൽ കൊണ്ട് വിടാം, അവരെന്തെങ്കിലും കഴിച്ചിട്ട് നേരത്തെ കിടക്കട്ടെ എന്നുള്ള ചിന്തയോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അവിടെ. ഏതെങ്കിലുമൊക്കെ ബസ്സുകൾ ഏതെങ്കിലുമൊക്കെ റൂട്ടിൽ പോകും, അതൊക്കെ തിരിച്ചു വരുമ്പോൾ അടുത്ത ട്രിപ്പ് പോകും. അങ്ങനെ ഒരു രീതിയാണ് കണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് മലയാളികൾ പലരും ഉണ്ടായിരുന്നു. ഞാൻ ലേബർ ക്യാമ്പിൽ പോയി കണ്ടിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം, ഈശ്വര ഇതുപോലെ എത്രയോ നജീബുമാർ കിടക്കുന്നു ഗൾഫിലെല്ലാം ഉടന്ന്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലൊരു നജീബിന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ പറയുന്നത് പോലെ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കി പടച്ചതമ്പുരാനെ വിളിച്ച് കരഞ്ഞ് വീട്ടുകാരെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുമ്പോൾ രക്ഷപ്പെടാനൊരു മാർഗം കിട്ടുകയും അതിലൂടെ രക്ഷപ്പെടുകയും അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അത്രയും കാലം ആ മനുഷ്യനെ വിട്ടു നിന്ന് വീട്ടിലിരിക്കുന്നവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പം ഭയങ്കരമായിട്ട് നമുക്കും കൂടെ വിഷമം തോന്നും. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെന്നിരുന്ന് ആ പടം കണ്ടിട്ടും എൻ്റെ മകനാണത് എന്നെനിക്കറിയാമായിരുന്നിട്ടും സിനിമ എന്താണെന്ന് എനിക്കറിയാമായിരുന്നിട്ടും ഇതെടുത്തത് ഒരു സംവിധായകനാണ്, ഒരു നല്ല ക്യാമറാമാനോടൊപ്പം എടുത്ത ഒരു ക്യാമറയിൽ ചിത്രീകരിച്ച രംഗമാണ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ എന്നിട്ടും ഒരു വരി വല്ലാണ്ട് ഈ മൃഗങ്ങളോടൊക്കെ യാത്ര പറയുന്ന ഒരു രംഗമുണ്ടല്ലോ, ഒരുപാട് വിതുമ്പിക്കൊണ്ടൊക്കെ. അപ്പോൾ സങ്കടപ്പെട്ട് ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ സത്യം ഞാൻ എൻ്റെ മോനെ പൊക്കി പറയല്ല. പലരും പറയും ചുമ്മാ അമ്മയ്ക്ക് ഇത് തള്ളാവുന്ന. ഈ തള്ളൽ ഇപ്പോൾ വന്ന ഭാഷയാണ്, ഞങ്ങൾക്കൊന്നും ആ സ്വഭാവമില്ല. അതൊക്കെ ഇപ്പോൾ പുതിയ തലമുറയ്ക്കാണ് ഈ തള്ളലും ചെത്തലും ഒക്കെ, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ ഒരമ്മ എന്നുള്ള നിലയിൽ നമുക്കൊരു വേദന തോന്നി, നമ്മൾ ആ പരിസരം മറന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെ അത്രയും ഭംഗിയായിട്ടൊരു പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനത് അവതരിപ്പിക്കാൻ സാധിച്ചത് ബ്ലസ്സി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ മുന്നിൽ നിന്നതുകൊണ്ടാവാം. തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് പൃഥ്വിരാജ് മനസ്സിലാക്കുകയും വേണം. ഏതായാലും ഞാൻ ഇത്രയൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കഷ്ടപ്പാടിനൊക്കെ കൂടെ ദൈവം തമ്പുരാൻ തീർച്ചയായിട്ടും ഒരു അംഗീകാരം നൽകാൻ കൂട്ടുനിന്നു എന്ന് പറയുന്നത് ഒരുപാട് 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 സന്തോഷം. ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത്, ആയിരക്കണക്കിന് മെസ്സേജുകൾ എനിക്ക് അയച്ച കഴിഞ്ഞ 2-3 മാസം ഈ പടം ഇറങ്ങിത്തൊട്ട് അപ്പം മുതലേ വരുന്നുണ്ട്. ഇപ്പോൾ അവാർഡ് കിട്ടിയത് ഇത്രയും ദിവസമായി, ഇപ്പോഴും വരുന്നുണ്ട് ആടുജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അത്രയും ജനം പല സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ പടം കാണുകയും ഇതിനെ കാര്യമായിട്ട് അതൊരു വിശകലനം ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, ഒരുപാട് നന്ദി പറയുന്നു. ഒപ്പം ജൂറിയോടും. കാരണം ഒരു അവാർഡ് നിർണ്ണയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് പേര് കാണും, അതവർ വിലയിരുത്തും. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാം, അതെല്ലാം എന്തോ ആകട്ടെ. പക്ഷേ അവസാനം തീരുമാനം പുറത്തു വരുമ്പോൾ ആർക്കാണോ അവാർഡ് അദ്ദേഹമാണല്ലോ ജേതാവ്. ഈ പടത്തിന് പൃഥ്വിരാജിന് അങ്ങനെ ഒരു അംഗീകാരം കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് പൃഥ്വിരാജ് ആ പടത്തിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ആരാണ്ട് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ടല്ലേ എന്ന്. അപ്പോൾ ഒരു വലിയ മേജർ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ കാശ് വാങ്ങിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അയ്യോ പാവം, ഇല്ലെങ്കിൽ അങ്ങനെ ചത്തുപോകുന്ന പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ലക്ഷങ്ങൾ ചിലവാക്കി പഠിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്നു, അവരുടെ വരുമാന മാർഗ്ഗമാണത്. ശരി, ഒന്നും വാങ്ങിക്കാതെ എല്ലാ പടവും അഭിനയിക്കാം, നാട്ടുകാർ കൊടുക്കുമോ കാശ് ജീവിക്കാൻ? എന്ത് കണ്ടിട്ടാണ് ഈ വിവരമില്ലാത്ത കമൻറ്റുകളൊക്കെ പറഞ്ഞത്? ദയവ് ചെയ്ത് ഈ പടം കാണുന്നവരും വിമർശനങ്ങൾ എഴുതുന്നവരും പറയുന്നവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, അവർക്കറിയാം ഈ ജോലി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന്. പക്ഷേ ചിലരുടെ മുമ്പിൽ അല്ലെങ്കിൽ ചിലരോട് അതങ്ങോട്ട് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു ഈഗോ ഉണ്ടല്ലോ, അതാണ് അവരെ തടസ്സപ്പെടുത്തുന്നത്. അത് നല്ലതല്ല. ഞാനായാലും നിങ്ങളായാലും അങ്ങനെയൊക്കെയുള്ളൊരു സ്വാർത്ഥതയും ഒരു ഈഗോയും ഒക്കെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കാതെ ശാന്തമായിട്ട് ഇടത്തിരുന്ന് ചിന്തിക്കുക. അഭിനന്ദനം അർഹിക്കുന്നവർക്ക് അതിൻ്റേതായ രീതിയിൽ കൊടുക്കുക. അത് രാഷ്ട്രീയമാകട്ടെ, സിനിമയാകട്ടെ, നാടകമാകട്ടെ, സംഗീതമാകട്ടെ, എന്തു തന്നെയായാലും നല്ല കലാരൂപങ്ങളും നല്ല കഴിവൊത്ത ഭരണാധികാരികൾ ഇങ്ങനെ പലരും ഉണ്ട് നമ്മുടെ കൂടെ, അല്ലേ? രാഷ്ട്രീയക്കാരെ പലരെയും നമ്മൾ കുറ്റം പറയുമെങ്കിലും നല്ലവരെത്രയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും എന്ത് പണിയെടുത്താലും അതിനുള്ള അംഗീകാരം
അത് ഈശ്വരൻ കൊണ്ട് കൊടുക്കും, അത് നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ ഞാനൊക്കെ ഒരു പരസ്യചിത്രത്തിന് വേണ്ടി ഞാൻ ആലപ്പുഴയിൽ എഴുപുന്നയിൽ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് 12:44 ദേണ്ട ചേച്ചി അനൗൺസ് ചെയ്തു പൃഥ്വിരാജിനാന്ന് പറഞ്ഞ് അവിടെ ഒരു പറ്റം ചെറുപ്പക്കാർ ഓടി വന്നു, പുറകെ മാധ്യമ സുഹൃത്തുക്കൾ വന്നു, എല്ലാവരും വന്നു. അപ്പോൾ തലേ ദിവസം മുതലേ പലതും കേൾക്കുന്നുണ്ട്, കിട്ടുമായിരിക്കും കിട്ടത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞു കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. കിട്ടി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആ ചിത്രത്തിന് കിട്ടേണ്ടതാണ് പൃഥ്വിരാജിന്. അതെൻ്റെ മകനായതുകൊണ്ടല്ല, വേറെ ഏത് കുട്ടിയാണെങ്കിലും ശരി. അത്രയും കഷ്ടപ്പെട്ട് ഒരു പടം അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് അത് പൃഥ്വിരാജിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, ഒരു സിനിമാ പ്രേക്ഷക എന്നുള്ള നിലയിലും എനിക്കതിനകത്ത് അഭിമാനമുണ്ട്. അതെൻ്റെ മകനായതുകൊണ്ട് ഏറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഒരു ചെറിയ വിഷമമുണ്ട്. ഈ സന്തോഷമെല്ലാം മനസ്സിലിങ്ങനെ പറഞ്ഞ പോലെ നുരഞ്ഞു പൊങ്ങുമ്പോഴും നമുക്കൊരു ചെറിയ സങ്കടം എന്ന് പറയാനായിട്ട് സങ്കടമല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഒരുപാട് നിങ്ങളെല്ലാവരും കേൾക്കും, ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തായി. ഞാൻ സത്യം തുറന്ന് പറയുകയാണ്. കാരണം എനിക്ക് 150 പേജോ എന്തോ ഉണ്ടെന്ന് പറയുന്നു. ഞാനത് കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. അത് വായിച്ചിട്ടുള്ളവരുണ്ടാവാം, മാധ്യമ സുഹൃത്തുക്കളുണ്ടാവാം, സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ടാവാം, അല്ലെങ്കിൽ പ്രസിദ്ധരായ ഒരുപാട് അഭിഭാഷകരുണ്ടാവാം. അതൊക്കെ ശരിയായിരിക്കാം. എന്നെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയാനുള്ള ഒരു സമയം ഒന്നാമതായിട്ടില്ല. കാരണം എൻ്റെ പ്രതീക്ഷ മുഴുവനും തെറ്റ് ചെയ്തവരുടെ ആരായിരുന്നാലും ശരി, ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. തെറ്റ് ചെയ്തവരാരായാലും ശരി അത് ചൂണ്ടിക്കാണിക്കും, അതിനകത്തുള്ളവർ തന്നെ. അപ്പോൾ പലരും മാറി നിൽക്കേണ്ടി വരും, പലരും രാജിവെക്കേണ്ടി വരും എന്ന് പറയുന്നത് പോലെ തന്നെ സർക്കാരിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ അങ്ങ് തഴയുമോ ഇത്രയും വലിയ കാര്യം? പോരാങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സർക്കാരിൽ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെണ്ണുങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, പിന്നെ അവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്ന് മൊഴിയെടുക്കും. അപ്പോൾ അത്ര പോലും സ്ത്രീകൾക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു ജാള്യത ഉണ്ടാവുമല്ലോ ഒരു സ്റ്റേഷനിൽ ചെന്നൊരു കാര്യം പറയാനൊക്കെ. വേണ്ട, അവിടുന്ന് ആൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഒരു ബാധ്യതയുണ്ട്. വേറൊന്നുമല്ല, ആരാണെന്നോ എന്താണെന്നോ അതൊക്കെ ഓരോരോ ഘട്ടങ്ങളിൽ അത് കണ്ടുപിടിക്കപ്പെടുമായിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു ജനറലൈസ് ചെയ്യുന്നൊരു രീതിയുണ്ടല്ലോ, മൊത്തത്തിൽ സിനിമാക്കാരിങ്ങനെയാണെന്ന്. അല്ല, ഒരിക്കലുമല്ല. കാരണം ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ വെളിയിൽ വരുന്നത്. അതെനിക്ക് തോന്നുന്നത് നിർമ്മാതാക്കൾ എന്ന് പറയുന്നവർ ഇപ്പോൾ ഈ സിനിമാ പ്രൊഡക്ഷനും ഒരു തമാശ പോലെ കാണുന്നവർ ഒരുപാട് പേരുണ്ട്. കുറച്ച് കാശ് കിട്ടി, എന്നാൽ പിന്നെ ഒരു പടം എടുക്കാം, OTT വരും എന്നൊക്കെ പറഞ്ഞാണ് പലരെയും സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ഇത്ര കിട്ടും, ഇവിടെ നിന്ന് ഇത്ര കിട്ടും. ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ ധാരണയോടുകൂടി പഠിച്ചിട്ട് ഇറങ്ങുന്ന നിർമ്മാതാക്കളാണെങ്കിൽ അവർക്കറിയാം ഒരു സിനിമ എടുക്കുമ്പം എന്തെല്ലാം ചിലവുണ്ട്, എങ്ങനെയൊക്കെ പോകും, ഏതാ ഒന്ന്. പിന്നെ മറ്റൊന്ന്, ആര് സിനിമ എടുത്താലും ഇപ്പോൾ ഒരു വേഷം കിട്ടിയപ്പോൾ നമുക്കങ്ങ് അഭിനയിക്കാം എന്ന് ധരിക്കുന്നതും തെറ്റ്. എന്താണ് സിനിമ, ആരാണ് നിർമ്മാതാവ്, ആരാണ് സംവിധായകൻ, ആരാണത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിദ്യാഭ്യാസവും ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ബാധിക്കപ്പെട്ട കുട്ടികൾ പറയുന്നത് സത്യം തന്നെ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. പക്ഷേ ഇത് ആരാണ് എന്താണെന്നുള്ളത് ഈ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീർച്ചയായിട്ടും അത് ഒരു ഉത്സാഹത്തോടെ നിൽക്കണം എന്നുള്ളത് എൻ്റെ വിനീതമായൊരു അപേക്ഷയാണ്. വേറൊന്നും കൊണ്ടല്ല, അത് സർക്കാർ ഒട്ടും താമസിക്കാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിനകത്തെ ഒരു ആശ്വാസം ഇങ്ങനെയുള്ള കാലഘട്ടത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഞങ്ങളെപ്പോലൊക്കെ ഉള്ളവർക്കാണ്. അന്ന് നിർമ്മാതാവിനാണ് ഒന്നാമത്തെ സ്ഥാനം. 7:30 മണിക്ക് സെറ്റിൽ വരണം എന്ന് പറഞ്ഞാൽ 7 മണി മുതൽ നിർമ്മാതാവ് അവിടെ കാണും. താമസിച്ചാൽ വഴക്ക് പറയും, ശാസിക്കും. ഞാൻ പൈസ എണ്ണിത്തന്നല്ലേ ബുക്ക് ചെയ്തത്, നിങ്ങൾ 7:30-ക്കാണോ വരുന്നത്, 7 മണിക്കല്ലേ വരാമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പൈസ മുടക്കുന്നവരുണ്ട്. ഇപ്പം അതൊന്നും ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എങ്കിലും ഇന്നിങ്ങനെ ഒരുപാട് ഈ ടെക്നോളജിയും ഒക്കെ വളർന്ന് വന്നപ്പം ഈ ജോലിയെടുപ്പ് കുറേ കൂടെ എളുപ്പത്തിലായി. അത് ഷൂട്ടിംഗ് ആണെങ്കിലും ഡബ്ബിംഗ് ആണെങ്കിലും സംവിധാന ഒരുപാട് സംഭവങ്ങളുണ്ടായപ്പോൾ അല്ല ഇപ്പം തന്നെ ഡബ്ബിങ്ങൊക്കെ എങ്ങനെയാണ്, ചിലതൊക്കെ ലൈവായിട്ട് ഡബ്ബ് ചെയ്യാം, ചിലത് പോയി കഴിഞ്ഞാൽ തെറ്റിയാൽ നമുക്കെടുക്കാം.
അതൊന്നുമല്ല. ഞങ്ങളൊക്കെ ഒരു 50 കൊല്ലം അഭിനയിക്കുമ്പം ഞങ്ങൾ പറയുന്ന ഡയലോഗ് നേരിട്ടെടുക്കുകയാണ് ക്യാമറയിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാക്ക കരഞ്ഞാലോ ഒരു കാറ് പോയാലോ അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രം വീണ്ടും എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് സിനിമ എന്ന് പറയുന്നത് ഒരു പക്കാ ബിസിനസ്സായിട്ട് മാറി. ബിസിനസ്സാണ്, സിനിമ ബിസിനസ്സാണ്, സത്യമാണ്, ഒരു വ്യവസായ രംഗം തന്നെയാണ്. 10 മുടക്കിയാൽ 100 കിട്ടണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എല്ലാവരും വരുന്നത്. അത് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഉള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമുക്ക് ശരിയല്ല ഇവിടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്തസ്സായിട്ട് പിന്മാറാം, അല്ലേ? അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സർക്കാരിനോടൊരു അപേക്ഷ അതാണ്. കാരണം വൈകിക്കരുത് സാർ. ഒരുപാട് പേര് ഇതെന്താ ഇങ്ങനെയൊക്കെ, ഒരു വിഷമമുണ്ട് സത്യത്തിൽ ഞങ്ങൾക്ക്, എന്താ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇങ്ങനെയായിട്ട് സംഘടനയായാലും ശരി അതായാലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളടക്കം ഇങ്ങനെ ചെളി വാരി എറിയുക. എത്ര എന്നും പറഞ്ഞിട്ടാണ് ഈ വയസ്സുകാലത്ത് ഞങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുമൊക്കെ ഇതിനകത്തുനിന്ന് ചോറുണ്ടവരല്ലേ. അപ്പോൾ ഒരപേക്ഷ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അത് ചെയ്യും തന്നെയാണ് ഞാൻ വിചാരിക്കുക. കാരണം ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് മാത്രമല്ല, അതെന്തുകൊണ്ട് മാറ്റിവെച്ചു എന്നുള്ളതിനെ പറ്റി അങ്ങനെ ആധികാരികമായിട്ട് എനിക്കൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സർക്കാർ തെറ്റുകാരെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സംഘടനക്കാരോടും ഞാൻ പറയുന്നത്. ആര് തെറ്റ് ചെയ്താലും ശരി, ആ തെറ്റ് ചെയ്യുന്നത് ശരിയല്ല. അത് എങ്ങനെയാണോ എവിടെയാണോ ഏത് സാഹചര്യമാണോ അതെല്ലാം ഒരു ഭാഗത്ത് അത് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ആത്മാർത്ഥമായിട്ട് തെളിവോടുകൂടി ഇങ്ങനെയൊക്കെ തെറ്റുകൾ സംഭവിച്ചു എന്ന് ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നീക്കം എത്രയും വേഗം ഉണ്ടാവണം. കാരണം അത് തന്നെയല്ലേ നമ്മൾ ആവശ്യപ്പെടുന്നതും. ഒരു മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഭരണം ഉണ്ടാകുമ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന എന്തിനാ? ഇവർ വന്നാൽ കുറേ കൂടെയൊക്കെ ചിലപ്പോൾ ഒരു ആശ്വാസം കാണും എന്നുള്ള ഓരോ പ്രാവശ്യവും അതാണ് പ്രതീക്ഷ. അടുത്ത തവണ അദ്ദേഹം തന്നെ വരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം വന്നാൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയും, ഓ അടുത്ത തവണ ഇവർ തന്നെ വരണേ ഈശ്വര, എന്തെല്ലാം കാര്യങ്ങൾ സ്ത്രീകൾക്കെന്നും കുട്ടികൾക്കെന്നും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യുന്നു, ഓരോ രംഗത്ത് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ആ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഒരു വിഷമം ഇപ്പോൾ അതാണ്. കാരണം വീട്ടിലിരിക്കുമ്പോൾ എന്നും രാവിലെ ഒരു 10 ഫോൺ വരും. ഞാൻ പറഞ്ഞു എനിക്ക് അഭിപ്രായം പറയാൻ അറിയില്ല. കാരണം ഞാനിതെന്താ സംഭവം എന്ന് കണ്ടിട്ടില്ല. ഈ പരാതി കൊടുത്തവരാരും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ആ റിപ്പോർട്ടിലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും തെറ്റുകൾ സംഭവിച്ചു എന്ന് പറയുന്നു. സംഭവിച്ചിരിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആര് തെറ്റ് ചെയ്തു, എങ്ങനെ തെറ്റ് ചെയ്തു, എവിടെ വെച്ച് തെറ്റ് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടാവുമല്ലോ. എന്നല്ലാതെ തൽക്കാലം അതിനെക്കുറിച്ച് യാതൊന്നും എനിക്ക് പറയാനില്ല. ആരുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം, അങ്ങനെ മനസ്സ് പക്ഷേ ഒരു പരിധിക്കപ്പുറം വിഷമിക്കുകയോ ഏതെങ്കിലുമൊക്കെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒരു തെറ്റും ചെയ്യാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് കണ്ണുനീര് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരൊന്നും ആരെയും വെറുതെ വിടില്ല. അതൊരു സത്യമാണ്. അത് ഈ ലോക സത്യമാണത്. ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിഞ്ഞടിക്കും. അതിൻ്റെ എനിക്ക് അനുഭവം കൊണ്ട് പറയുകയാണ്, കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്തവൻ്റെ നേരെ ആയുധമെടുക്കുകയോ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവനെതിരെ ആരോപണങ്ങളുമായിട്ട് വരികയോ ചെയ്താൽ അങ്ങനെ വന്നിട്ടുള്ളവരുടെ എല്ലാം അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിനിയും തുടരും. ഞാനാണെങ്കിലും നിങ്ങളായാലും എല്ലാം തുടരും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും തെറ്റുകളിലേക്ക് പോകാതെ മനുഷ്യത്വപരമായിട്ട് പെരുമാറാൻ പഠിക്കുക, സൗഹാർദ്ദവും അതേ സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെ എല്ലാവരും, സിനിമയിൽ മാത്രമല്ല, സിനിമയെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, ജീവിതത്തിൽ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളോട് പോലും ഞാൻ പറയാറുണ്ട്. കാരണം ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജ് ക്യാമ്പസിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു നിശബ്ദതയാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ ക്ലാസ് നടക്കുമ്പം ഏതെങ്കിലും ഒരു പീരീഡ് ഫ്രീ ആണെങ്കിൽ അവിടെ മുറ്റത്ത് വരച്ചുകൊട്ടി വന്നിരുന്ന് വർത്തമാനം പറയുമ്പോൾ പതുക്കെ പറയണം. അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ക്ലാസ് നടക്കുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു ചിട്ടകൾ. ഇന്നത് പോയിട്ട് കോളേജിലേക്ക് പോകുന്ന എൻ്റെ മോൻ ദൈവമേ ആരോഗ്യത്തോടെ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ കാലമാണ്. ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും. തെറ്റ് ചെയ്യാൻ പോകുമ്പോഴും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോഴും എല്ലാം നമ്മൾ വിചാരിക്കണ ഒറ്റ കാര്യമുള്ളൂ, ഇതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം, ഇതുകൊണ്ട് ഞാൻ എന്ത് നേടാൻ പോകുന്നു,
ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ ഇത് തിരിഞ്ഞടിച്ചാലോ എന്ന് ചിന്തിക്കുക. അപ്പോൾ എൻ്റെ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിട്ടും എനിക്കൊന്നും പറയാൻ അറിയില്ല. കാരണം എനിക്ക് എൻ്റെ വിശദവിവരങ്ങളൊന്നും അറിയില്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ്. സീരിയലുണ്ട്, ചില സിനിമയുണ്ട്, അതിനിടയ്ക്ക് 1-2 പരസ്യ ചിത്രങ്ങൾ ചെയ്തു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനത് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് പരിഗണിക്കണം. സർക്കാരിനോടുള്ള എൻ്റെ അപേക്ഷ, എനിക്ക് വിശ്വാസമുണ്ട്, സർക്കാരിൽ വിശ്വാസമുണ്ട്, അതിലുപരി ഇവിടുത്തെ ജുഡീഷ്യറിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നല്ല വൃത്തിയായിട്ട് പ്രോപ്പറായിട്ടുള്ള തെളിവുകളൊക്കെ കൊടുത്താൽ ന്യായമായ വിധികൾ വരുന്നതാണ്. പലരെയും എനിക്ക് അങ്ങനെ ബഹുമാനമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് ശുദ്ധമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.